my driving, uncle? മതിയായി പോയി. ജാംബുവാന്റെ കാലത്തുള്ള ഈ വണ്ടി കൊണ്ട് ജെറ്റ് വിമാനം പോലെയല്ലേ പറക്കണത്. ആ പിന്നെ നീ പറഞ്ഞ മെക്കാനിക് ഇല്ലേ, ഏതാവൻ? ഒരു സുന്ദര വിധി. വരവും പത്രാസൊക്കെ കണ്ട ഏതോ ഡോക്ടറാണെന്നേ തോന്നുന്നു. വെറുതെ അവൻ അങ്ങനെ ഒരു ബോംബ് കഥ ഉണ്ടാക്കി പറയൂ. അതൊരു പോലീസ് ഓഫീസറോട്. അവൻ അതും പറയും, അതിനപ്പുറം പറയും. കണ്ടാ തന്നെ ഒരു ഫ്രോഡ് ലുക്കാ. എന്നാലും അതത്ര നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല. കൊള്ളാം. അങ്കിൾ ഈ ഫൂളിഷ്നെസ് വിശ്വസിച്ചോ? എന്നെ കൊല്ലാൻ മാത്രം ശത്രുക്കൾ ആരാ ഇവിടെ ഉള്ളത്? ഞാൻ ആരാണെന്ന് പോലും ഈ നാട്ടിൽ ഒരു കുഞ്ഞിനും അറിയില്ല. കള്ളൻ കപ്പലിൽ തന്നെ ആകാമല്ലോ. വാട്ട് ഡു യു മീൻ? അല്ല, ഞാൻ പറഞ്ഞു നോ, അങ്കിൾ എന്ത് പറഞ്ഞാലും ഞാനിത് വിശ്വസിക്കില്ല. ഓക്കെ, ഞാനൊന്നും പറയുന്നില്ല. എങ്കിലും ആ സമയത്ത് ഈ ഒറ്റയ്ക്കുള്ള യാത്ര അധികം വേണ്ട. എനിക്കൊരു ചുക്ക് സംഭവിക്കില്ല. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. എന്റെ കൂടെ എപ്പോഴും ഡാഡിയും മമ്മിയുണ്ട്. I'm telling the fact. I feel so. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ആഹാ, നന്ദിനി മോളും ഉണ്ടല്ലോ. ഇന്നെന്താ എത്ര നേരത്തെ? വക്കീൽ ഓഫീസിൽ നിന്ന് അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്നതാ. അങ്കിളിനെ ഇത്രയും നേരത്തെ എത്തിച്ചതിന് ആന്റി എനിക്കൊരു പ്രസന്റ് തരണം. തരാലോ. മോക്ക് എന്ത് പ്രസന്റാ വേണ്ടേ? അതൊക്കെ സമയമാകുമ്പോ ഞാൻ പറയാം. മോളിരിക്കെ, കാപ്പി കുടിച്ചിട്ട് പോയാ മതി. ആ, കാപ്പി മാത്രം പോരാ. I want a sweet cake also. ആ, കേക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. മറ്റന്നാളല്ലേ മോളുടെ ബർത്ത്ഡേ? യാ, വീട്ടിൽ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ പ്ലാൻ ഇട്ടിരിക്കുക എല്ലാവരും, ഇൻക്ലൂഡിംഗ് പപ്പടം, പഴം ആൻഡ് പായസം. നന്നായി. അന്ന് തന്നെ മറ്റൊരു ചടങ്ങ് കൂടി നമുക്ക് നടത്തണം. സ്വത്തുക്കൾ മുഴുവൻ മോളുടെ പേരിലാക്കിയ പ്രമാണത്തിന്റെ രജിസ്ട്രേഷൻ. അങ്കിളിന് എപ്പോഴും ഈ ഒരു ചിന്തയേ ഉള്ളൂ. രജിസ്ട്രേഷൻ ചെയ്താലും ഇല്ലെങ്കിലും ഇതൊക്കെ എനിക്ക് തന്നെയല്ലേ? അതെ, പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല, നിയമപരമായി അതൊന്ന് ഉറപ്പിക്കണം. എന്നാലേ എനിക്കൊരു മനസ്സമാധാനം കിട്ടും. എന്നാലും അന്ന് തന്നെ വേണോ? പിന്നെ എപ്പോഴാ? ഹാൻഡ് ഓവർ ചെയ്യാൻ സമയമാകുമ്പോ ഞാനിത് ഇങ്ങനെ കാണിക്കും. എങ്ങനെ എങ്ങനെ? ദാ ഇങ്ങനെ. ഇങ്ങനെ? യാ. ഹലോ, നന്ദിനി കുട്ടിക്കാ ഫോൺ. അതെ, ഇവിടെ എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ നന്ദിനി കുട്ടിക്ക് കൊടുക്കാം. രാജേന്ദ്രനാ. ഹലോ. സോറി മോളെ, ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാ വണ്ടി കേടായത്. അതൊന്നും പറഞ്ഞാ പറ്റൂല. രാജേട്ടനും കൂടി ഒരുമിച്ച് അമ്പലത്തിൽ പോന്നല്ലേ പറഞ്ഞേ? ദേ, അമ്മ ചേച്ചി എല്ലാരും റെഡി ആയിരിക്കുക. ശ്രമിക്കാഞ്ഞിട്ടല്ല, ഇനി ഇവിടുന്ന് വണ്ടി കിട്ടില്ല. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എത്താമായിരുന്നു. എനിക്ക് പിറന്നാൾ സമ്മാനമായി വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒഴിഞ്ഞു മാറുകയാണോ? എല്ലാരും ഉണ്ടായിരിക്കണമെന്നാ എന്റെ ആഗ്രഹം. സാരമില്ല, ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. നോ എന്ന് പറയരുത്, ഓക്കെ? പിറന്നാൾ സമ്മാനം കൊടുക്കാൻ പറ്റിയ അവസരം. രാജേന്ദ്ര, ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? എന്റെ നന്ദിനി മോൾക്ക് എന്താ പറ്റി?
കാറ്റാലിക്കുഞ്ഞെ മനസ്സ് വിഷമിപ്പിച്ച് വെറുതെ അസുഖം കൂട്ടണ്ട. എപ്പോ തുടങ്ങി കരച്ചിലായത്? മീനാക്ഷി അകത്ത് കൊണ്ടുപോയി കിടത്ത്. എവിടെ വെച്ച് ആക്സിഡന്റ് ഉണ്ടായത്? കുറവമ്പാറ തെരുവിൽ വെച്ച് ടയറ് പൊട്ടി കൊക്കയിലേക്ക് തെറിച്ചു പോണത് കണ്ടവരുണ്ട്. 10,000 അടി താഴ്ചയുള്ള സ്ഥലമല്ലേ, വീണാ പിന്നെ പൊടി പോലും കിട്ടില്ല. ഓ മൈ ജീസസ്. എസ്റ്റേറ്റിൽ നിന്ന് എന്നെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നത് അവള്. പിറന്നാളിന് ഞാൻ കൂടി വന്നേ പറ്റൂന്ന് നിർബന്ധമായിരുന്നു അവൾക്ക്. പക്ഷേ ഈശ്വരന് ഇത്രയും ആഴ്ച കൊടുത്തിട്ടുള്ളൂ കരുതി സമാധാനിക്കുക, അല്ലാതെ എന്താ ചെയ്യുക? എങ്ങനെ സമാധാനിക്കാനാ പറയണേ? രാജേട്ടാന്ന് വിളിച്ചുണ്ട് ഓടിയുള്ള ആ വരവ്, ആ മുഖം മനസ്സിൽ നിന്ന് മായണില്ല. എസ്റ്റേറ്റിലെ പണിക്കാരെയും കൂട്ടി ഇനി തരാൻ ഒരിടവും ബാക്കിയില്ല. ആ കുട്ടിക്ക് ഇങ്ങനൊരു വിധി ഉണ്ടാവാൻ ആരെന്തോ പാപം ചെയ്തു. ഐ കോണ്ട് ബിലീവ്. ഒരു പ്രത്യേക അറിയിപ്പ്. ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടി വിമലഗിരി ആ പെണ്ണല്ലേ ഇത്? കുറെ ദിവസങ്ങളായിട്ട് അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ്. 18 വയസ്സിനടുത്ത് പ്രായം തോന്നിക്കുന്ന ഈ പെൺകുട്ടിക്ക് താൻ ആരാണെന്നോ പേരെന്തെന്നോ ഒന്നും വ്യക്തമായി ഓർക്കാൻ കഴിയുന്നില്ല. ഈ കുട്ടിയുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിമലഗിരി പ്രകൃതി ചികിത്സ യോഗ സെന്ററിൽ ബന്ധപ്പെടുവാൻ അധികൃതർ അറിയിക്കുന്നു. വിലാസം: വിമലഗിരി പ്രകൃതി ചികിത്സ യോഗ സെന്റർ, വിമലഗിരി. കൊള്ളാവുന്ന തോന്നണേ. എന്റെ മമ്മിക്ക് എന്ത് പറ്റി? അത് മോളുടെ മമ്മി അല്ല. അതെ, എന്റെ മമ്മിയാ. ഡാഡി അല്ല പറഞ്ഞ മമ്മിയാന്ന്. അത് ഡാഡി വെറുതെ പറഞ്ഞല്ലേ. അയ്യേ, കൊച്ചുകുട്ടികൾ കരയോ? അയ്യേ ഊതി നോക്കുന്ന കരയില്ല കാണിച്ചാ മമ്മി കാണിച്ചാ മമ്മി കാണിച്ചാ. ഓക്കെ. എന്തായിരുന്നു ബഹളം? മോള് ഫ്രെഡി ഞങ്ങളുടെ ഫോട്ടോ ഇറക്കിയിട്ട് മമ്മിയുടെ ഫോട്ടോ കേറ്റി ശരിക്കും ഞാൻ ഓഫ് ചെയ്യാം. ആരാണെന്നും എന്താണെന്നും ഓർക്കാൻ പറ്റാതെ വരികയാണെന്ന് വെച്ച എങ്ങനെ തുള്ളിച്ചാടി കിടന്ന കൊച്ച. അയ്യോ, എനിക്ക് ആലോചിക്കാൻ പോലും പറ്റണില്ല. രാജനെന്താ ഇത്ര ആലോചിക്കണേ? നമുക്ക് പുറപ്പെടണ്ടേ? അതെ രാജേട്ടാ, നമുക്ക് ഇപ്പൊ തന്നെ പുറപ്പെടാം. നിങ്ങളൊക്കെ ഇങ്ങനെ ചാടാതെ ഇപ്പൊ പുറപ്പെട്ട ഈ പറയുന്ന സ്ഥലത്ത് എത്തുമ്പോ പാതിര കഴിയും. മനുഷ്യനും മാഞ്ചാതി ഇല്ലാത്ത ഏരിയ. നട്ടപ്പാതിരായിക്ക് അഡ്രസ്സും തപ്പി നട്ടം തിരിയാന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവില്ല. അല്ല, അന്ന് കൊക്കയില് മുഴുവൻ ആളുകൾ തെരഞ്ഞിട്ടും കണ്ടില്ല എന്നല്ലേ രാജേന്ദ്രൻ പറഞ്ഞത്? ഞാൻ എന്താ കള്ളം പറഞ്ഞതാണോ? അതിനിത്ര ചോദിക്കാൻ എന്തിരിക്കുന്നു? ശേഖരൻ ഒരു സംശയം ചോദിച്ചെന്നല്ലേ ഉള്ളൂ. ഏതായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ മഹാഭാഗ്യം. അതെ രാജേന്ദ്രൻ കണ്ടു. ആ അഡ്രസ് കുറിച്ചെടുത്തിട്ടുണ്ട്. ആ ആശുപത്രി നമ്പറിൽ ബന്ധപ്പെടാൻ ഞാൻ ശ്രമിച്ചു. ആ ലൈൻ ഫാൾട്ട് ആണെന്ന് തോന്നുന്നു. ആ ശരി, ആടാ ഞങ്ങൾ എത്തിക്കോളാം. ആരാ? വക്കീല. നാളെ രാവിലെ ഹോസ്പിറ്റലിൽ എത്തിക്കോളാം. എന്താ നീ വന്ന് കിടക്കണല്ലേ? ആ കുട്ടിയുടെ മുഖം മനസ്സിൽ നിന്ന് മായണില്ല. അവളെ രക്ഷിക്കണം എന്നൊരു തോന്നല്. ഇത്രയൊക്കെ അറിഞ്ഞിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ലെന്നൊരു കുറ്റബോധം. കുറ്റബോധം മാങ്ങത്തൊലി. നിനക്ക് പ്രേമ അസ്ഥിക്ക് പിടിച്ചിരിക്കുക. നീ വന്ന് കിടക്കണ്ടോ? എടാ ഫ്രെഡി, ഞാൻ വളരെ സീരിയസ് ആയിട്ടാ പറയുന്നത്. നീ മിനിമോളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നാളെ മമ്മിയെ കാണാം, പിണക്കം മാറ്റി ഡാഡി മമ്മിയെ കൂട്ടിക്കൊണ്ടിരുമ്പോ എന്നൊക്കെ സ്വപ്നം കണ്ട് കിടന്ന് ഉറങ്ങാ അവള്. മിനിക്കുട്ടി നമ്മൾ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും? മാത്രമല്ല, ആ കുട്ടിക്ക് ബന്ധുക്കൾ ആരും ഇല്ലെന്ന് തോന്നണേ. ഉണ്ടായിരുന്നതിൽ എന്നെ അവരൊന്ന് കൂട്ടിക്കൊണ്ടു പോയനെ. പിന്നെ ഈ അവസ്ഥയില് അവളെ കൊല്ലാൻ നടക്കുന്നവർക്ക് നിഷ്പ്രയാസന് കഴിയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് എന്റെ പ്രസാദേ, നിനക്ക് ഇപ്പൊ എന്താ വേണ്ടേ? നാളെ അവിടെ പോണം. ആനയും അമ്പാരിയുള്ള വീട്ടിലെ കുട്ടിയെ കാണണം. അത്രയല്ലേ ഉള്ളൂ. എന്നാ കേട്ടോ, നാളെ നമ്മൾ അവിടെ പോകുന്നു, ഇന്ദുട്ടിയെ കാണുന്നു. ശേഷം ഭാഗം ഈ ഫ്രെഡിക്ക് വിട്ടേക്ക്.
മമ്മി വാ മമ്മി. ഡാഡി എന്റെ മമ്മി മമ്മിയോട് ഇനി വഴക്കല്ലെന്ന് പറ ഡാഡി. മമ്മി വാ മമ്മി. മമ്മി വാ മമ്മി. ഡാഡി ഡാഡി മമ്മിയെ വിളിക്ക് ഡാഡി. ഭർത്താവാണല്ലേ? അത് ഞാൻ അച്ചോ ദീപം ഭർത്താവാ. ദീപന്റെ കുട്ടി അത് മിനിമോള്. ഞങ്ങൾ ആരും നിനക്ക് മനസ്സിലാവില്ല. കർത്താവേ ഇത് നിന്റെ ഭർത്താവാ. അച്ചോ എനിക്ക് ഓർമ്മയുണ്ടോന്ന് ഇവൾക്ക് അറിഞ്ഞൂടാ. അല്ല എനിക്ക് ഓർമ്മയുണ്ടോന്ന് ഇവൾക്ക് അറിഞ്ഞൂടാന്നല്ല, ഇവൾക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. അച്ചോ ഇവള് പഴയ കാര്യങ്ങളൊക്കെ മറന്നു തോന്നണേ. എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അതെ അത് ഞങ്ങൾക്ക് അറിയാവുന്നോണ്ടല്ലോ ഞങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞത്. കണ്ട ഇത് കണ്ട ഇന്ദുട്ടിന്റെ മോളാ. അതേ വായ, അതേ മൂക്ക്, അതേ കണ്ണ്. ഇന്ദുട്ടിന് ഒരു ചെറിയ അച്ചിലിട്ട് വാർത്തെടുത്ത പോലെ ഉണ്ട്. നിങ്ങളെ അവൾക്ക് ഓർമ്മിക്കാൻ കഴിയാത്തതിൽ വിഷമിക്കരുത്. കൊക്കയിൽ തേനെടുക്കാനിറങ്ങിയ മുതുവന്മാരാണ് ആക്സിഡന്റിൽപ്പെട്ട കുട്ടിയെ കണ്ടെടുത്തത്. വള്ളിപ്പടർപ്പിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നത്രേ. ഇവിടെ കൊണ്ടുവരുമ്പോ ബോധമുണ്ടായിരുന്നില്ല. എന്തായാലും മറ്റംഗഭംഗങ്ങളൊന്നും കൂടാതെ ജീവനോടെ തിരിച്ചു കിട്ടിയല്ലോ. അതിന് സർവേശ്വരനോട് നന്ദി പറയുക. പക്ഷേ ആക്സിഡന്റിന്റെ ഷോക്കിൽ ആ കുട്ടിയുടെ ഓർമ്മയ്ക്ക് ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം. ഈ അസുഖത്തിന് ജിംനേഷ്യ എന്നല്ല ഫാദർ പറയാൻ വരുന്നത്. ഞാനൊരു സിനിമ കണ്ടിട്ടുണ്ട്. ജിംനേഷ്യ അല്ല, അംനീഷ്യ. ഇറ്റ് മീൻസ് ലോസ് ഓഫ് മെമ്മറി. ഇനി ഒരിക്കലും അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടില്ല ഫാദർ. സാധാരണ കേസുകളിൽ അങ്ങനെ സാധ്യതയില്ല. പിന്നെ ജീവിതത്തിലെ കഴിഞ്ഞുപോയ സംഭവങ്ങളുമായി സാദൃശ്യമുള്ള സന്ദർഭങ്ങളോ കാഴ്ചകളോ ചിലപ്പോൾ വീണ്ടും അവളെ ഓർമ്മയിലേക്ക് തിരിച്ചുവിട്ടേക്കാം. എനിഹൗ യു ആർ വെരി ലക്കി. ഞങ്ങൾക്ക് അവളെ കൊണ്ടുപോകുമ്പോ ഫാദർ? ഷുവർ. ആ പേരെന്താന്ന് പറഞ്ഞില്ലല്ലോ. ആ ബെഞ്ചമിൻ സി കുരുവിള. അതെ എന്ത് ഇതൊന്നും കണ്ടിട്ടില്ലാത്തോടെ നോക്കണേ. നിന്റെ ലവ് ബേർഡ്സാ. മാന് കളയാനായിട്ട് മുമ്പിൽ തന്നെ കെട്ടി ഇട്ട് കളയാൻ. ഈ വീട്ടിൽ ഇത്രയും കെട്ടിയോ? ഇതൊക്കെ ഫ്രെഡിയുടെ റെയർ കളക്ഷൻസാ. സോറി എന്തു, നീ പോയതിനു ശേഷം വീടൊക്കെ ആകെ അലങ്കോലായിട്ട് കിടക്കാ. കളഞ്ഞിട്ട് പോകുന്നു. ഈ അടുക്കി പെറുക്കി വെക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെ വീക്കാണെന്ന് നിനക്കറിയാലോ. നിനക്ക് അങ്ങനെ ശരിയാവും. മമ്മി ഇത് കണ്ടോ, ഡാഡിയുടെ മമ്മീടെ ഫോട്ടോ. ഇനി മിനിമോളെ വിട്ട് മമ്മി പോവോ? പറ മമ്മി, പോവില്ലെന്ന് പറ മമ്മി. ആ ഫോട്ടോ അവള് കണ്ടത് നന്നായില്ലേ? നമ്മൾ പറഞ്ഞൊക്കെ ഏതാണ്ട് അവൾക്ക് വിശ്വാസമായെന്നാ തോന്നണേ. ഇല്ലടാ, തോന്നണതല്ല, അവൾക്ക് വിശ്വാസമായി. എനിക്ക് ഉറപ്പാ. ഈ സംഭവാമി യൂഗോ യൂഗോ എന്നൊക്കെ പറഞ്ഞ് വെറുതെ അല്ല. യുഗോ യുഗോ അല്ല, യുഗേ യുഗേ. അത് നിന്റെ ഈഗോ. അത് എന്നെ ഞാനും പറഞ്ഞ്. നമ്മൾ വെറുതെ നിന്ന് കൊടുത്താൽ മതി. ഈ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചോണ്ട് അങ്ങോട്ട് പോയിക്കോളും.
നിന്റെ കൂടെ ജീവിക്കാനാണ് അവൾക്ക് യോഗം. ഏ? ആ നീ ഒന്ന് ചുമ്മാതിരി. അവളുടെ ബന്ധുക്കൾ ആരെങ്കിലും തപ്പിപ്പിടിച്ചിപ്പോ ഇങ്ങോട്ട് വരുമെന്ന് എന്റെ പേടി. അവര് പകല് വരട്ടെ, അപ്പൊ പിന്നെ തപ്പി പിടിക്കണ്ടല്ലോ. എടാ ആ ബെഞ്ചമിന്റെ പേരും മത്തായച്ചന്റെ വീടിന്റെ അഡ്രസ് നമ്മൾ രണ്ടല്ലേ കൊടുത്തേക്കണേ. അപ്പൊ പിന്നെ ആര് തപ്പി പിടിച്ചു വരാൻ? എളുപ്പം തുടക്കി വെക്കണേ. മത്തായച്ചൻ താമസം ഇങ്ങോട്ട് മാറ്റിയോ? ഏയ് അങ്ങനെ വരാൻ വഴിയുണ്ടോ? ചിലപ്പോ മത്തായച്ചൻ അവിടെ നിന്ന് ഇങ്ങോട്ട് താമസം മാറ്റിയാണെങ്കിലോ. എന്തിനാ വിളിക്കണേ? അമ്മേ ഇപ്പൊ മൂലം പൂരാണ് ഒരേപോലെ അയ്യൻ. ഈ ചേരൊക്കെ എടുത്ത് അടക്കി വെക്കി. ചേരക്കെടുത്ത് അടുക്കി കൃഷ്ണന്റെ ഫോട്ടോ എടുത്ത് അകത്തേക്ക് വെക്ക്. ഫോട്ടോ എടുത്ത് പള്ളിയിലേക്ക്. ഈ പൂച്ചട്ടിയൊക്കെ ലൈൻ ലൈനായിട്ട് വെച്ച് ആ പൂച്ചട്ടി നല്ലൊരു പൂന്തോട്ടം. ഈ ഫാൻ ഇവിടെ വെച്ചാ ഇത് തട്ടി പറയും തട്ടി നീ എന്താ നോക്കിക്കണേ? എടാ മാറ്റി ആ കട്ടിലെടുത്ത് എവിടെ കൊണ്ട് നോക്കണം. ഞാൻ പറഞ്ഞില്ലേടാ മോനെ കാഴ്ച കുറവുണ്ടെന്ന്, അല്ല കേൾവി കുറവുണ്ടെന്ന്. മത്തായച്ചൻ എന്താ ഇങ്ങോട്ട് താമസം മാറ്റിയേ? എടാ നിങ്ങൾ വിചാരിച്ചത് എനിക്ക് ഇതുവരെ നല്ലൊരു വാടകക്കാരനെ കൂടി തരാൻ പറ്റില്ലല്ലോ. അതുപോട്ടെ നിങ്ങൾക്ക് ഇതിന് കൃത്യമായിട്ട് വാടക തരാൻ പറ്റുമോ? അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുപിൻ തുറക്കപ്പെടും. താക്കോല് കയ്യിലുള്ളപ്പോ എന്തിനാ മുട്ടുന്നേ? ഈ ഹോളിട്ട് തിരിച്ചാ പോരെ, സ്വന്തം വീടല്ലേ. എടാ ആ ജോത്സ്യം പറഞ്ഞ എത്ര സത്യ. ഒരു യുവ കോമള തന്നെ എനിക്ക് കിട്ടും. ഫാമിലിയാ? എടാ നല്ല ഒന്നാമത്തെ ഓർത്തഡോക്സ് ഫാമിലി. അയാൾ എവിടെയുള്ള പാർട്ടിയാ? ആ ഇവിടൊക്കെ തന്നെയുള്ള പാർട്ടിയാ. ടുലറ്റ് ബോർഡ് കണ്ട് അന്നേ ഞാൻ നോട്ട് ചെയ്ത ഈ വീട് മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. But your sweet lips, all that are for so to depart, that pretends that we together all alone. I'll know the man to stand that you could I know, and you can tell your friend there with you. You have to go. റെഡി? എനിക്കിത്തിരി വെള്ളം. നന്ദിനി ഇവിടെ വെക്കില്ലേ? നന്ദിനി ഇവിടെ ഇല്ല. നന്ദിനി ഇവിടെ ഇല്ലേ? പിന്നെ ഇവിടെ പോയി? ഭർത്താവും കുട്ടിയും കൂടി ഒന്ന് കൂട്ടിക്കൊണ്ടുപോയെന്ന്. ഭർത്താവ് കുട്ടി ഇനി കാനഡയിൽ വെച്ചുള്ള വല്ല ബന്ധുവായിരിക്കോ? എന്താ വക്കീലൊന്നും വേണ്ടാത്തത്? ഏയ് നന്ദിനി കുട്ടിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല. ഉണ്ടെങ്കിൽ ഞാൻ അറിയാതിരിക്കൂ. ഇതിലെന്തോ ഒരു ചതിയുണ്ട്. ഏതവനാ ഞങ്ങളുടെ കുട്ടിയെ കൊണ്ടുപോയതെന്ന് വല്ല വിവരമുണ്ടോ? കേട്ട് പരിചയമുള്ള പേരാ, ഒരു ബെഞ്ചമിൻ സി കുരുവ. നന്ദിനിയെ കാണാൻ നമ്മുടെ വീട്ടിൽ വന്ന ആകാംക്ഷി. അതെ അതെ, ആ അവന്റെ അഡ്രസ് കിട്ടിയിട്ടുണ്ട്. അവന്റെ അന്നത്തെ വരവും ഭാവവും കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ അവൻ പ്രശ്നക്കാരാണ്. എന്തായാലും കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അതന്നെ മഹാഭാഗ്യം. ആ പിന്നെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വെറുതെ ചുറ്റിക്കിടക്കണ്ട. നിങ്ങൾ വീട്ടിൽ പൊക്കോളൂ, ഞങ്ങൾ തപ്പി പിടിച്ചോളാം. പൊക്കോളൂ.